ഹായ് ഹലോ അസ്സലാമലൈക്കും. നമ്മളിത് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഹെയർ ആക്സസറി മേക്കിങ്ങിൻ്റെ പാർട്ട് 4 ആയിട്ടാട്ടോ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 3mm സൈസ് വരുന്ന 3 കളറിലെയും ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6mm സൈസ് വരുന്ന ഒരു ബീഡ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ബീഡ്സ് യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമ്മൾ ഡമരു ബീഡ്സ് ആണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെയാണ് ഡമരു ബീഡ്സ് മേടിക്കൽ. അപ്പോൾ നമുക്കിതെങ്ങനെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ 6mm അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സൈസിലെ ബീഡ്സ് എടുക്കാം. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ബീഡ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഒരു ടൂത്ത് പിക്കിലോ എന്തെങ്കിലും ഒന്ന് കുത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റിലും നമ്മൾ B7000 ഫെവി ബോണ്ടോ അങ്ങനെ ഏതെങ്കിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിങ്ങനെ ബീഡ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നാൽ ഞാൻ ഇതിലും കൂടുതൽ എനിക്ക് നല്ല മെത്തേഡായിട്ട് തോന്നിയത് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നല്ല പെട്ടെന്ന് നമുക്കിത് മേക്ക് ചെയ്തെടുക്കാനും പറ്റും. നമ്മുടെ കയ്യിൽ അങ്ങനെ ഗ്ലൂ ഒന്നും ഒട്ടിപ്പിടിക്കുകയില്ല, ബീഡ്സ് ഒന്നും പെട്ടെന്ന് ഇങ്ങനെ സെറ്റായി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഡമരു ബീഡ്സ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ബീഡ്സ് ഇങ്ങനെ ഒരു സ്റ്റെമ്മിൽ എന്തെങ്കിലും ഒരു സ്റ്റെമ്മിൽ നമ്മളിങ്ങനെ കുത്തി നിർത്തിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്കിങ്ങനെ ബീഡ്സിൽ മുക്കിപ്പൊക്കി എടുത്തിട്ട് കൈ വെച്ച് ലെവൽ ചെയ്തെടുത്താലും മതി. ഞാനിങ്ങനെ ഓരോ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പൊക്കത്തോട്ട് ഇങ്ങനെ ബീഡ്സ് ഇട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലെ ബീഡ്സ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം കളറിലെ ബീഡ്സ് തന്നെ ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫിനിഷിങ്ങിലോടെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ബേസ് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു സിംഗിൾ കളേഴ്സിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ബീഡിൽ തന്നെ എല്ലാ ബീഡ്സും മിക്സ് ചെയ്ത് മൾട്ടി കളർ ഡമരു ബീഡ്സും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ മേക്ക് ചെയ്തെടുക്കാം. കുറച്ച് ടൈം മാത്രം നമ്മൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് എമൗണ്ട് മാത്രം നമുക്കിതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടുള്ളൂ. ബീഡ്സിനൊക്കെ ഈ ഒരു സൈസിലെ ബീഡ്സിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 13 രൂപ ഒക്കെയാണ് പാക്കറ്റ് വൈസിൽ കിട്ടുന്നത്. അപ്പോൾ പാക്കറ്റ് വൈസിൽ 3-4-5 സ്ട്രിങ്ങോളം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ചിലവില്ലാണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഡമരു ബീഡ്സ്. അപ്പോൾ അതേ നമ്മൾ ഫുള്ളായിട്ട് ഇതിങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ നോക്കുക. സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. എന്നാലാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിലും കൂടുതൽ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ 3 കളറിലും ബീഡ്സ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. 3 കളറിൽ 2 വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഗ്ലൂ ഗൺ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് നൂല് പോലെ ഗ്ലൂ നിൽക്കുന്നുണ്ടാകും. അത് നമ്മളൊന്ന് കൈ വെച്ചോ എന്തെങ്കിലും വെച്ചൊന്ന് നല്ലപോലെ കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ നോർമലി വയർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ താഴെ ബീഡ്സ് ഒക്കെ ഒട്ടിച്ചതിന് ശേഷം ആദ്യം 6 ഒരു 5mm ബീഡ് ഇട്ടു. പിന്നെ അങ്ങനെ അറേഞ്ച് ചെയ്ത് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ബാൻഡ് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് ഞാനിങ്ങനെ കൂടുതൽ പറഞ്ഞു പോകാത്തത്, അതായത് ബീഡ്സ് വെച്ച് ഹെയർ ബാൻഡ് ചെയ്യുന്നത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു പോകാത്തത്. നമ്മളുടെ പലവരുടെയും ഐഡിയ പല പോലെ ആയിരിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ബീഡ്സ് ഇട്ടിട്ട് അറേഞ്ച് ചെയ്യാം. കാരണം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതിന് മുമ്പ് അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ നിന്നൊരു ഐറ്റമാണ് ഈ ഒരു ബീഡ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ബോ. അപ്പോൾ ഇതെല്ലാവർക്കും നല്ലപോലെ ചെയ്യാൻ അറിയാമെന്ന് എനിക്കറിയാം. എന്നേലും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങളെയൊക്കെ അത്യാവശ്യം ഇപ്പോൾ തന്നെ നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ടുള്ള സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സെയിലിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഐറ്റം കൂടി ആട്ടോ ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ വീഡിയോ, അതായത് കഴിഞ്ഞ നമ്മളുടെ പാർട്ട് 3 പറഞ്ഞ പോലെ തന്നെ മാക്സിമം നമ്മൾ കുറഞ്ഞ റേറ്റിന് പ്രൊഡക്റ്റൊക്കെ സെയിൽ ചെയ്യാൻ നോക്കുക. എന്നാൽ നമുക്ക് അഫോർഡബിൾ ആകുന്ന രീതിയിലും സെയിൽ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടാകും. പിന്നെ ഷോപ്പുകളിലൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് എൻക്വയറി ചെയ്ത് നോക്കുക എങ്ങനെ എടുക്കുമോ എന്നുള്ളതൊക്കെ. ഞാൻ ഷോപ്പിലൊക്കെ എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെന്നുള്ള ടെക്നിക്സൊക്കെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബീഡ്സ് ഒക്കെ ഇട്ടുള്ളത് എൻ്റെ ഒരു മോഡലിലുള്ള ബീഡഡ് ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ ഡെമരോ ബീഡ്സ് നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.